നിലമ്പൂർ വെളിയംതോട് കാട്ടാന വീടിന്റെ ജനൽ തകർത്തു. ജനൽ ചില്ല് പൊട്ടി വീട്ടിൽ കട്ടിലിൽ കിടന്നുറങ്ങുന്നവർക്ക് മേൽ വീണു. വീട്ടിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വെളിയംതോട് ജവഹർ നഗറിലെ പൈങ്കുളം തങ്കയുടെ വീട്ടിലാണ് കാട്ടാനയുടെ അതിക്രമം. വെള്ളിയാഴ്ച രാത്രി 10:30യോടെയാണ് കാട്ടാന എത്തിയതെന്ന് വീട്ടുകാർ പറഞ്ഞു. കിടപ്പുമുറിയുടെ ജനൽ അടിച്ചു തകർത്തതോടെ ചില്ല് പൊട്ടി അകത്ത് കട്ടിലിൽ കിടന്നുറങ്ങുന്നവർക്ക് മേൽ വീഴുകയായിരുന്നു. എന്നാൽ ആർക്കും പരിക്കുകളൊന്നുമില്ല. എഴുന്നേറ്റ് നോക്കിയപ്പോൾ ആന കടന്നുപോകുന്നത് കണ്ടെന്നും ഇവർ പറഞ്ഞു. നേരത്തെ തന്നെ പലപ്പോഴായി കാട്ടാനകൾ ഇവിടെ ജനവാസ മേഖലയിൽ എത്താറുണ്ടെങ്കിലും ഇത്തരത്തിൽ ഒരാക്രമണം ആദ്യമായാണെന്ന് തങ്ക പറഞ്ഞു. 10:30ക്കാണ് ആന ഇവിടെ വരുന്നത്. ഈ ജനല് പൊട്ടിച്ച് എന്റെ കുട്ടികളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് നന്നു. ഇനി അതുമല്ല, ഇതിനൊരു തീരുമാനം വേണ്ട കുട്ടിയെ. ഇവിടെ ആളില്ല, ഞങ്ങൾ 3 ഇനി അതും വേണ്ട. കുട്ടീനെ പിടിച്ചിട്ടില്ലെങ്കിൽ ഈ ചില്ല് അതിൻ്റെ ചെവി പോയാൽ ഞാൻ എങ്ങോട്ട് കൊണ്ടുപോടും? നിങ്ങളൊന്ന് പറയും. പോറസുകാരോട് പറയുമ്പോൾ പറയും, ഞങ്ങൾ വിളിക്കുമ്പോൾ വരാം. ഓരങ്ങോട്ട് ആക്കും, ആന അതേ സ്പീഡിൽ ഇങ്ങോട്ട് വരും. എന്താ വേണ്ടത്? ഇതിനൊരു തീരുമാനം വേണ്ടേ? പക്ഷെ ഈ ക്ലാസ് പൊട്ടിക്കലില്ല, ആദ്യമായിട്ടാണ്. ഈ ചില്ല് ആ കട്ടിൽമ കിടക്കണ നിങ്ങൾ കണ്ടില്ലേ? ആ ചില്ലിൻ്റെ കുട്ടീൻ്റെ ചെവി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ കാട്ടുക? ഞാനൊരു പണിക്ക് പോകാക്കി വയ്യ, എന്താ കാട്ടുക? 10:30 ആന വരുന്നത്. ഞങ്ങൾ 3 പേരെ ഇവിടെ താമസിക്കുന്നത്. ഇവിടെ തൊട്ടൊരു സ്കൂളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഉറങ്ങി കിടക്കുന്ന സമയത്താണ് വന്നത്. അങ്ങോട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. ആ ഭാഗത്തോടെ വന്ന് പോകലുണ്ട്, പക്ഷെ ഇങ്ങോട്ട് ആദ്യമായിട്ട് വന്നിട്ടാണ് കടന്നു. തങ്കയും മരുമകൾ രജനിയും പേരക്കുട്ടിയുമാണ് വീട്ടിൽ താമസം. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. തവണകളായി പണമടിച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. 1000 രൂപയോ അതിന്റെ ഗുണിതങ്ങളോ മാസത്തവണകളായി അടയ്ക്കാവുന്നതാണ്. ഓരോ മാസവും നറുക്കെടുപ്പ്. ഈ പദ്ധതിയിൽ അംഗമാകാൻ 8078599000 എന്ന നമ്പറിൽ ഉടൻ മിസ് കോൾ ചെയ്യൂ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്.